സൈബർ ക്രൈം നടത്തുന്ന ആപ്പുകൾക്കെതിരെ നടപടിയെടുക്കാനാകാതെ പോലീസ് എന്നുള്ളതാണ്. നടപടിയെടുക്കാൻ വകുപ്പില്ലാത്തതാണ് ബുദ്ധിമുട്ടാക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ചുള്ള ആൾമാറാട്ടവും സ്ഥിരമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ സൈബർ ക്രൈം ആപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ എന്താണ് പോലീസിന് പരിമിതിയുള്ളത്? സ്മൃതി, അതിന് വകുപ്പില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സൈബർ നിയമത്തിൽ ഇപ്പോൾ സൈബർ നിയമം 2000-ലെ IT ആക്ട് എന്ന് പറയുന്ന അതിലിടയ്ക്കൊക്കെ അമെൻമെന്റ് വന്നെങ്കിലും ഈ അമെൻമെന്റുകൾ കാലോചിതമായി വരുത്തുകയോ അതിനനുസരിച്ച് ഇപ്പോൾ AI ടൂൾസിന്റെ കാലഘട്ടമാണ്. ആ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടമൊക്കെ നടത്തുന്ന ആപ്ലിക്കേഷൻസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസ്, അത് ലോൺ ആപ്പ് ആണെങ്കിലും ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ വിദേശത്ത് നിന്നായിരിക്കും അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കുക. അത്തരം ആപ്ലിക്കേഷൻസിനെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലുമുള്ള നിയമം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് IT റൂൾസ് വന്നിട്ടുണ്ട്. ആ IT റൂൾസിൽ ചില നിബന്ധനകളുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായി ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കാനോ നിരോധിക്കുവാനോ ഉള്ള സംവിധാനം നമ്മുടെ IT ആക്ടിനകത്തില്ല. IT ആക്ടിലെ 66 67 വകുപ്പുകൾ, ആകെ ചുരുക്കം വകുപ്പുകളിലാണ് ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുകളെ കുറിച്ച് പറയുന്നത്. ആ സൈബർ ക്രൈമുകളെ കുറിച്ച് പറയുന്നിടത്ത് ഈ ക്രൈമിന്റെ ഉറവിടമായിട്ടുള്ള ഇത്തരം ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ടെലിഗ്രാമിൽ പോലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ഇത്തരം അശ്ലീല ചിത്രങ്ങൾ കൈമാറുമ്പോൾ ടെലിഗ്രാമിനെതിരെ നടപടിയെടുക്കാനോ ടെലിഗ്രാമിൽ ഇതിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ ദുർബലമാണ് നമ്മുടെ IT നിയമങ്ങൾ എന്നുള്ളതാണ്. അതായത് സാങ്കേതിക വളർച്ചയ്ക്കനുസരിച്ച് അത് ഉപയോഗിച്ചുള്ള ക്രൈമും കൂടുകയാണ്. അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അടിയന്തരമായി ഇതിൽ മാറ്റമുണ്ടാക്കേണ്ട സാഹചര്യം കൂടിയാണ്. വകുപ്പില്ല എന്ന് പറഞ്ഞ് എത്ര കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാനാകും? ആളുകളുടെ മുഖം സാദൃശ്യത്തിൽ AI ടൂളുകൾ ഉപയോഗിച്ച് നടിമാർക്കെതിരെ, സെലിബ്രിറ്റീസിനെതിരെയൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ക്രൈമുകൾ നമ്മൾ പുറത്ത് കണ്ടതാണ്. അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇന്നലെ കൊടുക്കുകയും ചെയ്തതാണ്.